ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ വന്ന കമന്റ് ആണ് കളർ വീൽ കാണിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയുള്ള പഠനമായേക്കാം. ഇതിനെപ്പറ്റി അങ്ങ് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും എനിക്ക് അറിയാവുന്നത് വെച്ച് ഞാൻ പറഞ്ഞത്. കളർ വീൽ കാണിക്കുന്നതിന് മുന്നേ കളർ തിയറി എന്താന്ന് കാണിച്ചു തരാം. പ്രൈമറി, സെക്കൻഡറി, ടേഷറി കളറായിട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രൈമറി കളേഴ്സ് ആയിട്ട് വരുന്നതാണ് റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ. പിന്നീട് വരുന്നതാണ് സെക്കൻഡറി കളേഴ്സ്. പ്രൈമറി കളേഴ്സ് കൂടി വരുന്നതാണ് സെക്കൻഡറി കളേഴ്സ്. മനസ്സിലായില്ലേ? മനസ്സിലാവില്ല, പറഞ്ഞു തരാം. അതായത് പ്രൈമറി കളേഴ്സിൽ വരുന്ന റെഡ് ആൻഡ് യെല്ലോ ഇത് രണ്ടും കൂടി വരുന്ന കളറാണ് ഓറഞ്ച്. പിന്നെ യെല്ലോ ആൻഡ് ബ്ലൂ ഇത് കൂടി വരുന്നതാണ് ഗ്രീൻ. ദെൻ ബ്ലൂ ആൻഡ് റെഡ് ഇത് കൂടി വരുന്നതാണ് വയലറ്റ്. ചിലതിൽ പർപ്പിൾ ആണ് കിടക്കുന്നത്, പർപ്പിൾ എന്നും പറയാം. ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് ടേഷറി കളർ. ഈ കളർ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നാണോ? സെക്കൻഡറി കളേഴ്സ് ആയ ഓറഞ്ച്, ഗ്രീന്, വയലറ്റ് ഇത് മൂന്നും കൂടി ചേരുന്നതാണ് ടേഷറി കളേഴ്സ്. ഇതാണ് കളർ തിയറി ആയിട്ട് വരുന്നത്. കളർ വീൽ ഇതാണ്. പ്രൈമറി, സെക്കൻഡറി, ടേഷറി കളേഴ്സ് എല്ലാം കൂടി ഇരിക്കുന്നതാണ് ഒരു കളർ വീൽ. കളർ വീലില് കോംപ്ലിമെന്ററി കളേഴ്സ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. കോംപ്ലിമെന്ററി കളേഴ്സ് എന്താണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മൾ വരയ്ക്കുന്നതിന്റെ റിയൽ കളറിന് ഓപ്പോസിറ്റ് വരുന്നതാണ് കോംപ്ലിമെന്ററി കളർ. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. കൂടുതലായി എന്തെങ്കിലും ഇതിനെപ്പറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ശരി.